ഇപ്പോൾ തമിഴ്നാട്ടിലൊരു വിവാദം നടക്കുന്നുണ്ട്. കീഴാടി ഖനനവുമായി ബന്ധപ്പെട്ട് അവിടെ ഖനനം നടത്തിയിരുന്ന കെ അമർനാഥ് രാമകൃഷ്ണനെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ASI വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ വിവാദം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ് കീഴാടി ഖനനം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2015 ASIയും മധുരയ്ക്കടുത്തുള്ള കീഴാടിയിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ ഖനന പ്രവർത്തനത്തിൽ നിന്ന് BC 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ തെളിവുകൾ ലഭിച്ചു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ ഈ ആർട്ടിഫാക്ട്സ് ഒന്നും തന്നെ മതപരമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കീഴാടിയിൽ വികസിതമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, ലിറ്ററേറ്റ് ആയ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, മതേതരമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നാണ്. ഒരു ദ്രാവിഡ സംസ്കാരം വേദിക് സംസ്കാരത്തിന് ഒപ്പമോ അല്ലെങ്കിൽ അതിനു മുൻപോ നിലനിന്നിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സംസ്കൃത സംസ്കാരത്തെ ആശ്രയിക്കാതെ തന്നെ സ്വതന്ത്രമായി വികസിച്ചിരുന്ന ഒരു സംസ്കാരമാണെന്നും അതുപോലെ തന്നെ വേദിക് സംസ്കാരത്തെക്കാൾ പഴക്കമുള്ളതാകാൻ സാധ്യതയുണ്ടെന്നും ഈ തെളിവുകൾ ചൂണ്ടിക്കാട്ടുന്നു. ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ വാദങ്ങളെ സഹായിക്കുന്ന കണ്ടെത്തലുകളാണ് കീഴാടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ദ്രാവിഡൻ പൊളിറ്റിക്സിന്റെ മെയിൻ വാദമാണ് ഇന്ത്യയിൽ ഒരു നോൺ ബ്രാഹ്മണിക്കൽ സംസ്കാരം നിലനിന്നിരുന്നു എന്ന്. ബ്രാഹ്മണിസം ഇന്ത്യയിൽ ആര്യന്മാരുടെ കടന്നുവരവ്, ഇൻവേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ അതിലൂടെ എത്തിപ്പെട്ടതാണെന്നും അവർ വാദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വേദിക് സംസ്കാരത്തിന് ഒപ്പമോ അതിനു മുൻപോ ഇന്ത്യയിൽ മതേതരമായ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്നാണ് ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ വാദം. ആ വാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് കീഴാടിയിൽ നിന്ന് കണ്ടെത്തിയ ആർട്ടിഫാക്ട്സ്. BJP മുന്നോട്ട് വയ്ക്കുന്ന യൂണിഫൈഡ് ഹിന്ദു നാഷണലിസ്റ്റ് നരേറ്റീവിന് വലിയൊരു തിരിച്ചടിയാണ് ഈ കണ്ടെത്തലുകൾ. ആര്യന്മാർ ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണെന്നാണ് BJP അടക്കമുള്ള റൈറ്റ് വിംഗ് പറയുന്നത്. വേദം അടിസ്ഥാനമാക്കിയ തനതായ സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരമെന്നും അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ കീഴാടിയിൽ കണ്ടെത്തിയ ഈ പുരാതന ദ്രവിഡിയൻ സംസ്കാരം ഇവരുടെ ഈ വാദങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഇനി ഇവരുടെ വാദം സമ്മതിച്ചു കൊടുത്താലും വേദിക് സംസ്കാരത്തിനൊപ്പം തന്നെ മറ്റൊരു സംസ്കാരം അല്ലെങ്കിൽ അതിനു മുൻപ് മറ്റൊരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന് ഈ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കീഴാടിയിൽ നിന്ന് കണ്ടെത്തിയ ചരിത്രാവശിഷ്ടങ്ങൾക്കെതിരെ ശാസ്ത്രീയപരമായ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് ശാസ്ത്രീയപരമായ സംശയം വരുന്നത് കാർബൺ ഡേറ്റിംഗിന്റെ കാര്യത്തിലാണ്. കാരണം കീഴാടിയിൽ നിന്ന് കണ്ടെത്തിയ ഈ ആർട്ടിഫാക്ട്സ് പരിശോധിച്ചത് ASIയുടെ ലാബിലല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ബീറ്റ അനലിറ്റിക് ലാബിലാണ്. പക്ഷെ അതുകൊണ്ട് ഈ കണ്ടെത്തലുകളെല്ലാം എങ്ങനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ബീറ്റ അനലിറ്റിക് ലാബ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചൊരു ലാബാണ്. ഇനി ഇതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ASI രാഖിഗാർഹിയിൽ നിന്ന് ലഭിച്ച DNA സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലബോറട്ടറിയിലാണ്. പക്ഷെ അന്നൊന്നും ഇവർക്ക് ഇത്തരത്തിലുള്ള സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷവും തുടർന്ന ഖനന പ്രവർത്തനങ്ങളിൽ നിന്ന് കീഴാടിയിൽ ഒരു മതേതരമായ സംസ്കാരം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളായി കൂടുതൽ ആർട്ടിഫാക്ട്സ് ലഭിക്കുകയും ചെയ്തു. മതപരമായ ഒന്നും തന്നെ അവിടെ നിന്ന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അവിടെ വികസിതവും വിദ്യാഭ്യാസപരവുമായ ഒരു സംസ്കാരമാണ് നിലനിന്നിരുന്നതെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കീഴാടിയിൽ നിന്ന് ലഭിച്ച തെളിവുകളെ സംശയത്തോടെ മാത്രം സമീപിച്ച ASIയും BJPയും ഇതിലും കുറവ് തെളിവുകളുള്ള പല കാര്യങ്ങളും, പലതരത്തിലുള്ള കഥകൾ രൂപപ്പെടുത്തി ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻഡസ് സരസ്വതി നദീ സംസ്കാരം, രാഖിഗാർഹി, പിന്നെ നമ്മുടെ അയോധ്യ ഖനനം. ഇവിടെയൊന്നും ശക്തമായ തെളിവുകളില്ല. പക്ഷേ BJPയുടെ ഹിന്ദുത്വ ആശയങ്ങൾക്കനുസരിച്ചുള്ള കഥകൾ ഇവിടെ മെനഞ്ഞെടുത്തിരുന്നു. BJP പറയുന്നത് വേദിക് സംസ്കാരമാണ് ഇന്ത്യയുടെ തനതായ സംസ്കാരം എന്നാണ്. അതിനെ വെല്ലുവിളിക്കുന്ന ഒന്നും തന്നെ അവർ അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ വേദിക് കാലഘട്ടത്തിന് മുൻപോ അതിനൊപ്പമോ നിലനിന്നിരുന്ന സംസ്കാരം ഉണ്ടെന്ന് സമ്മതിച്ചു തരാൻ അവർക്ക് ബുദ്ധിമുട്ട് കാണും. കാരണം അത് അവരുടെ പൊളിറ്റിക്സിനെതിരാണ്.